ശ്രീ എം ആർ അഭിലാഷ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ പല തവണയായി ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നു. പക്ഷേ അതിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോടതി എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലാണ്, അതുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ മാറി നിൽക്കൽ? മാറി നിൽക്കലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്മൃതി. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു അവധിക്കാല ബെഞ്ചാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇന്ററിം ആപ്ലിക്കേഷൻ കേട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഒരു ജനറൽ ഇലക്ഷൻ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന മാൻ പവർ അത് ഭയങ്കരമാണ് എന്നതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഈ ഒരു അവസരത്തിൽ കോടതിയുടെ ഇടപെടലിനാൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ കോടതി ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഈ ഇടക്കാല അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രയർ അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് ഈ ഹർജിയുടെ പ്രധാന ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇന്ററിം ആപ്ലിക്കേഷനിൽ അങ്ങനെ ഒരു പ്രയർ വരുമ്പോൾ അത് അലൗ ചെയ്തു കഴിഞ്ഞാൽ ഹർജി തന്നെ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ആ എല്ലാ ഭാഗവും കേട്ടതിന് ശേഷം ഏത് ബെഞ്ചാണോ ഇത് കേൾക്കേണ്ടതായിട്ടുള്ളത് അവിടെ ആത്യന്തികമായിട്ട് അത് കേട്ട് തീരുമാനിക്കപ്പെടുക തന്നെ ചെയ്യണം എന്ന ഒരു നിയമപരമായ ഒരു യാഥാർത്ഥ്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് വിമർശിക്കപ്പെടുന്നുണ്ട്. കാരണം ഇലക്ഷൻ ചട്ടങ്ങൾ പ്രകാരം കാൻഡിഡേറ്റിന്റെ ഏജന്റിനോ മാത്രമാണ് ഈ ഒരു ഫോം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷേ പബ്ലിക്കായിട്ട് ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക വഴി ആ ചട്ടത്തിന് ലംഘനമാണ് വരുന്നത് എന്ന വളരെ യാഥാസ്ഥിതികമായ ഒരു നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തത്. ഒരു പക്ഷേ അങ്ങനെ ഒരു നിലപാട് എടുക്കുവാൻ കാരണമായിട്ട് വരുന്നത് ഈ ഇത്രയും മാൻ പവർ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് 2019 ഹർജിയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഹർജി കേട്ട് തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ഷൻ പൂർത്തിയാക്കിയതിനു ശേഷം കേസിന്റെ മെറിറ്റിൽ കേട്ട് കോടതി ഒരു തീരുമാനമെടുക്കും. ആ മെറിറ്റിനെ സംബന്ധിച്ച് അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണവും കോടതി നടത്തിയിട്ടില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു അവധിക്കാല ബെഞ്ചിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഹർജിയുടെ ഫൈനൽ റിലീഫായി പ്രാർത്ഥിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ഇടക്കാല അപേക്ഷയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹർജി തന്നെ ഈ അവധിക്കാല ബെഞ്ചിലൂടെ തീർപ്പാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ നിയമപരമായിട്ടുള്ള സാങ്കേതികത്വം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.